ഗൗരവ് എന്ന പയ്യൻ മധ്യപ്രദേശിലാണ് താമസിക്കുന്നത്. എംഫാമിങ്ങിനാണ് ഇവൻ പഠിക്കുന്നത്. ഡെയിലി കോളേജിലോട്ട് വീട്ടിൽ നിന്നും പോയി വരുത്തായിരുന്നു പതിവ്. അത്രയും കുറച്ച് എടുത്തായിരുന്നു ഇവൻ പഠിക്കുന്ന ഈ കോളേജ് ഉണ്ടായിരുന്നത്. ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനൊരു കാര്യം മനസ്സിലാക്കുകയാണ്. തനിക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് പോകാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ട്യൂഷൻ എടുക്കുന്ന ആളുകളെ തപ്പി ഇവൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുമുട്ടുന്നത്. അതായത് ഒരു ലേഡി ടീച്ചറിനെ കണ്ടുമുട്ടുന്നത്. ആകാംക്ഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ട്യൂഷൻ ക്ലാസ് ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന രീതിയിലുള്ള കാര്യം ഇവൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ട്യൂഷൻ ക്ലാസ് പോയി ഇവൻ ജോയിൻ ചെയ്യുകയാണ്. ആ ട്യൂഷൻ ടീച്ചറിനെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വലിയ രീതിയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടുപേരും കാണാൻ സിമിലർ ആണ്. അതുപോലെ തന്നെ ഇവളെ വലിയ പ്രായവും കാര്യങ്ങളൊന്നും ഇവൾക്കില്ല. പിന്നീട് അവൻ ട്യൂഷൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയാണ്. ആ റിലേഷൻഷിപ്പിലാകുന്ന ടൈമിൽ ഇവനിക്ക് മനസ്സിലായില്ല അവൻ മൈനർ ആണ് എന്ന്. അവൾക്ക് വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ. പിന്നീട് അവനക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൾ മൈനർ ആണ് എന്ന കാര്യം. പക്ഷെ അവൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവളുമായി അധികമായി ഇടപെടുകയാണ്. പിന്നീട് രണ്ടുപേരും തമ്മിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ട് കടന്നു. പിന്നീട് രണ്ടുപേരും കൂടി മൊബൈലിലോട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. പിന്നീട് രണ്ടുപേരും കൂടി നൈക്കഡായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ രണ്ടുപേരും മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് രണ്ടുപേരും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണ്. പിന്നീട് ഇവൻ ട്യൂഷൻ സെൻറ്ററിലോട്ട് പോകുന്നത് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവളുമായി സമയം ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു. ഇവൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന ബോധമെല്ലാം ഇവൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇവനക്ക് ഏകദേശം ഒരു 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഇവർ 11 മാസം മുന്നോട്ട് പോകുന്നുണ്ട്. 11 മാസം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ചെറിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആവുകയാണ്. ഈ ആകാംക്ഷ എന്ന് പറയുന്ന പെൺകുട്ടി 16 വയസ്സിൽ എങ്ങനെയാണ് ട്യൂഷൻ ടീച്ചർ ആയത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവളെ അച്ഛനും അതായത് ഇവിടെ ഫാമിലിയിലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരിൽ ഇതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ സെൻറ്റർ വിവിധ മേഖലകളിലായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ ആകാംക്ഷ എന്ന് പറയുന്ന പെൺകുട്ടിയും ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ ഇവളും നടത്തിക്കൊണ്ടു വന്നത്. പിന്നീട് 11 മാസം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ചെറിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ അവളെ പിടിച്ച് വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തു. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഗൗരവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഈ ആകാംക്ഷ നിരന്തരമായി മെസ്സേജ് അയക്കുകയാണ്. ഇവൻ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് ഇവൻ കണ്ടത്. അതായത് എന്നെ നീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ടായിരുന്നു എടുത്തത്. ഗൗരവെ അവൾ കൊണ്ടുപോയി കേസൊന്നും കൊടുക്കില്ല എന്നായിരുന്നു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൾ പറയുകയാണ് ഞാൻ മൈനറായ എന്നെ നീ പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം ഇവന് ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് വരികയാണ്. അങ്ങനെ കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 3 ലക്ഷം രൂപ തരണമെന്ന് അവനോട് പൈസക്ക് വേണ്ടി ഒരു ബാർഗെയിനും കൂടി ഇവൾ നടത്തുകയാണ്. ഇവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ച് വരുന്ന ഒരുത്തനായതുകൊണ്ട് തന്നെ 3 ലക്ഷം രൂപ ഒരിക്കലും ഇവനിക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഭയന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചേച്ചി പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്താക്കാം അവളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ നേരെ ഇവള് വിളിക്കുകയാണ്. ഇവൻ്റെ ചേച്ചി വിളിച്ചതിന് ശേഷം അവളുമായി കോണ്ടാക്ട് ചെയ്യുകയാണ്. കോണ്ടാക്ട് ചെയ്ത സമയം തന്നെ ഇവൾ നേരെ ആ ഫോൺ എടുത്തിട്ട് ഇവളെ അമ്മക്ക് കൊടുക്കുകയാണ്. ഇവളെ അമ്മയും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഭീഷണിയുടെ രൂപത്തിൽ തന്നെ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി വേണമെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളും ഇവളെ അമ്മയും കൂടിയിട്ട് ഗൗരവിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അന്നേ സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വീട്ടിൽ നടക്കുകയാണ്. ഗൗരവാണെങ്കിൽ ഇവക്ക് കൊടുക്കാനും വേണ്ടിയുള്ള പണം മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ വീട്ടുകാർ ഇവരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളും ഇവളെ അമ്മയും കൂടി ആ സമയത്ത് തന്നെ വീട്ടിലോട്ട് കയറി വരുന്നത്. വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടുകാർക്കെല്ലാം ഈ കാര്യങ്ങൾ മുഴുവൻ തിരിയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പണം ഇവ മോഷ്ടിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ അവരെ ഫാമിലിക്ക് മുഴുവൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങളെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഇവർ പോയിട്ടൊരു ലേഡീസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു കേസ് ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൈനർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വന്ന് ഗൗരവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ കേസ് കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ്റെ അച്ഛനും കാര്യങ്ങളൊക്കെ പോലീസുകാരോട് സംസാരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ 45,000 റുപ്യ ഞങ്ങൾ കൈമടക്ക് തരികയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാമെന്നായിരുന്നു. ഗൗരവിൻ്റെ അച്ഛനാണെങ്കിൽ 45,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി പെടാപ്പാട് വിട്ട് ഓടിയതിന് ശേഷം 45,000 രൂപ ഉണ്ടാക്കിയതിന് ശേഷം പോലീസുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്.
നമുക്കെന്താ ഈ കേസ് കോംപ്രമൈസിന് വേണ്ടി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗൗരവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു. ഗൗരവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചതിന് ശേഷം അവിടെ നിന്ന് കോംപ്രമൈസിന് നമുക്ക് പിറ്റേ ദിവസം സംസാരിക്കാമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ നേരെ വീട്ടിലോട്ട് വന്നതിന് ശേഷം റൂമിലൊക്കെ പോയി കടന്നുറങ്ങുകയാണ്. അതായത് ഇവൻ ഫുള്ള് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫുള്ള് ഒരു മുഖത്ത് സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അവൻ അങ്ങനെ രാത്രി അവിടെ റൂമിൽ അവൻ്റെ കടന്നുറങ്ങി. പിറ്റേ ദിവസം അവൻ്റെ അമ്മയും അതുപോലെ തന്നെ അവൻ്റെ കുറച്ച് സഹോദരിമാരൊക്കെ പോയിട്ട് വാതിൽ തുറന്നു നോക്കാൻ നോക്കുമ്പോൾ ഇവൻ്റെ വാതിൽ തുറന്നു വരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അവർ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നോക്കുമ്പോഴാണ് ഇവർ കണ്ടത് കഴുത്തിൽ കയറിട്ട് ഫാനിൽ കെട്ടി തൂങ്ങിയിട്ടുണ്ട് എന്ന് ഇവർ കാണുന്നത്. ഒക്ടോബർ 7, 2024 ഈ സംഭവം നടന്നത്. അതായത് ഈ കഴിഞ്ഞ മാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ബന്ധുക്കളെല്ലാം വിളിച്ചതിന് ശേഷം വാതിൽ ചവിട്ടി പൊളിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിനകത്തോട്ട് കയറി വന്നിട്ട് ഇവനെ പെട്ടെന്ന് തന്നെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവൻ രക്ഷപ്പെട്ടില്ല, ഇവൻ മരിച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് ഇവനെ ഓട്ടോപ്സിക്കും കാര്യങ്ങൾക്കെല്ലാം ഇവൻ്റെ ബോഡി അയക്കുകയാണ്. പിന്നീടാണ് ഇവൻ്റെ അച്ഛൻ മീഡിയൻ്റെ അടുത്തെല്ലാം വന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. എൻ്റെ മകൻ്റെ ഭാഗം കൂടി പോലീസുകാർ കേൾക്കുകയാണെങ്കിൽ ഇന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ പോലീസുകാരെ ഇത്തരത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത് എന്ന് പറയുകയാണ്. ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നു വരുന്നുണ്ട്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.